മലയാളത്തിലേക്ക് നിത്യ വരുന്നില്ലേ? മലയാളത്തിലേക്ക് മികച്ച നടിക്കുള്ള ദേശീയ അംഗീകാരം കൊണ്ടുവന്നെങ്കിലും നിത്യ മേനോനെ മാതൃഭാഷയിൽ സിനിമയിൽ കാണുന്നില്ല. തമിഴിൽ വിജയ് സേതുപതിയുടെയും ധനുഷിൻ്റെയും സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മലയാള സിനിമയെ നിത്യ മറന്നോ എന്നാണ് ആരാധകരുടെ ചോദ്യം. ആകാശഗോപുരം എന്ന ചിത്രത്തിലൂടെയാണ് നിത്യ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ മികച്ച കഥാപാത്രങ്ങൾ ഏറെയും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമാണ് തേടിയെത്തിയതെന്ന് ഒരു കൂട്ടം ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. തിരുച്ചിത്രമ്പലം എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിനാണ് നിത്യയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ചത്. തെലുങ്ക് സിനിമയിൽ ഒരു അഭിനേത്രിക്ക് ലഭിക്കാവുന്ന പരമോന്നത പുരസ്കാരമായ നന്ദി അവാർഡ് 2 തവണയും 4 തവണ ഫിലിംഫെയർ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. യാദൃച്ഛികമായി കണ്ടുമുട്ടിയ തെലുങ്ക് സംവിധായകയായ ബി.വി. നന്ദിനി റെഡ്ഡിയാണ് അഭിനയ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. ഹനുമാൻ സിനിമയിൽ 8-ാം വയസ്സിൽ അഭിനയിച്ചു. 7 o'clock എന്ന കന്നഡ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ 15 വയസ്സ്. മോഷ് എന്ന കന്നഡ ചിത്രമാണ് കരിയർ മാറ്റി വരയ്ക്കുന്നത്. സന്തോഷ് ശിവന്റെ ഉറുമി എന്ന സിനിമയിലും തിളങ്ങി. ദുൽഖറിനൊപ്പം ഒരേ സമയം 4 ഭാഷകളിൽ തിളങ്ങി എന്ന പ്രത്യേകത നിത്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. അക്ഷയ് കുമാറിന്റെ മിഷൻ മംഗൾ എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡ് പ്രവേശം. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വന്ന മാസ്റ്റർ പീസ് എന്ന വെബ് സീരീസ് ആണ് മലയാളത്തിൽ നിത്യയുടെ അവസാന പ്രോജക്റ്റ്. കോളാമ്പിയാണ് അവസാനം മലയാളം ചെയ്ത ചിത്രം. വിജയ് സേതുപതിക്കൊപ്പം തലൈവൻ, തലവി, ധനുഷിന്റെ നായികയായി ഇഡലിക്കട എന്നിവയാണ് തമിഴ് ചിത്രങ്ങൾ. നിത്യയുടെ മലയാളം ചിത്രം വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.